മണിക്കൂർ അടിച്ചു പൊളിക്കാൻ പോവാണ്. ഇന്ന് ഞങ്ങള് കോട്ട, അതായത് ചാലക്കുടിയിൽ അടുത്തുള്ള കോട്ടയിലെ ഒരു കൂട്ടം അമ്മമാരുടെ വാട്സപ്പ് കൂട്ടായ്മ, അതായത് ചങ്ക് ഫ്രണ്ട്സ്. 2019 ഒക്ടോബർ 22-ാം തീയതിയാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് ആദ്യമായിട്ട് സ്ഥാപിച്ചത്. ചങ്ക് ഫ്രണ്ട്സ് എന്നുള്ള പേരിട്ട് ഞങ്ങൾ 10 അമ്മമാരുണ്ടായിരുന്നു. അതിനകത്ത് ഒരാള് ചില സാങ്കേതിക കാരണങ്ങളാൽ പോയി. ഇപ്പൊ ഞങ്ങൾ 9 പേരടങ്ങുന്ന 9 കുട്ടികളാണ്, 5 കുട്ടികൾ അടങ്ങുന്ന ഈ ഒരു ഗ്രൂപ്പിന്റെ ഒരു ചെറിയൊരു വാർഷിക ആഘോഷ ചടങ്ങാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മള് എനിക്ക് തോന്നുന്നു ഒരു 40+ ഏജ് ഉള്ള അമ്മമാരുടെ ഒരു കൂട്ടായ്മയാണ്. ജോലിയുള്ളവരുണ്ട്, സമൂഹത്തിൽ നല്ല ദാനം വഹിക്കുന്നവരുണ്ട്, അതുപോലെ നല്ല വീട്ടമ്മമാരുണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ ക്യാരക്ടറും അതുപോലെ സ്ഥാനവും വഹിക്കുന്ന 9 അമ്മമാരാണ്. ഞങ്ങൾ 9 പേരെ ഞങ്ങളിത് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോ നമ്മുടെ തിരക്കുള്ള ജീവിതത്തില് നമുക്ക് കുറച്ച് സമയം നമ്മുടേതായ സ്വകാര്യ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ ഇതേപോലെയുള്ള ഒരു കൂട്ടായ്മ ഏറ്റവും നല്ലതാണ്. മറ്റുള്ളവർക്ക് ഞങ്ങൾ ഇതൊന്ന് കാണിക്കുന്നത് ഇതുപോലെ വീട്ടില് പണിയും ജോലിയും കാര്യങ്ങളും ഓഫീസിൽ അല്ലെങ്കിൽ മറ്റുള്ള പുറത്തുള്ള സ്ട്രെസ്സിന്റെ ഉള്ളില് നമുക്കൊരു സന്തോഷം കണ്ടെത്താനായിട്ട് ഈ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വളരെ നല്ല. 9 പേരിൽ ഇവരൊന്ന് ചേർത്ത് ഇന്ന് നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളുടെ ഷാജേച്ചിയുടെ വീട്ടിലാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലാണ്. ഈ വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാദിഷ്ടമായ ഭക്ഷണമുണ്ട്, അതുപോലെ കേക്ക് മുറിക്കുന്നുണ്ട്, ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു 2 മണിക്കൂർ അടിച്ചു പൊളിക്കാൻ പോവാണ്. നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ ഗ്രൂപ്പ് അഡ്മിൻ പേളിയാണ് കേട്ടോ. ഞങ്ങളുടെ പേളിക്കുട്ടിയാണ് ഈ ഗ്രൂപ്പിലെ ഏറ്റവും ജൂനിയറാണ്. കൊച്ചു ഞങ്ങളുടെ അനിയത്തിയാണ്. അപ്പൊ പേളിക്ക് എന്തെങ്കിലും ഈ ഗ്രൂപ്പിനെ പറ്റി നമ്മുടെ സൗഹൃദത്തെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നല്ല ചേച്ചിമാരായിട്ട് കുറച്ചു നേരമൊക്കെ എനിക്ക് സമയം സ്പെൻഡ് ചെയ്യാനും എൻ്റെ എല്ലാ ആരോഗ്യപരമായിട്ടും ഒക്കെയുള്ള എല്ലാ അവസരങ്ങളിലൊക്കെ എൻ്റെ കൂടെ ചങ്കായിട്ട് കട്ടയ്ക്ക് നിന്നതാണ് എൻ്റെ ചേച്ചിമാര്. അപ്പോൾ ഇവരെല്ലാവരും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങളെല്ലാവരും എന്നും ചങ്കുകളാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിലെ ഏറ്റവും നല്ലൊരു എന്റർടൈനർ അല്ലേ നമ്മുടെ സിന്ധുക്കുട്ടി അല്ലേ? സിന്ധുവിന്റെ ചില ആംഗ്യ വിക്ഷേപങ്ങളും ചേഷ്ടകളും അതുപോലെ തമാശകളൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിന് കൂടുതൽ ചിരിക്കാൻ അവസരം ഉണ്ടാവാറുണ്ട്. അപ്പൊ സിന്ധു ഒരു കാര്യം ചോദിച്ചിട്ട്, നിനക്ക് എങ്ങനെയാ ഇതുപോലെ ഇത്രയും ഹാപ്പി ആയിട്ട് എല്ലാവരും ഇതുപോലെ ചെറിയ ചെറിയ തമാശകളിലൂടെ ഞങ്ങളെയൊക്കെ ചിരിപ്പിക്കാൻ പറ്റുന്നത്? ഇതെങ്ങനെയാണ് വന്നത്? അത് കുടുംബ പശ്ചാത്തലം. ഹാപ്പിയാണ്. ഓക്കെ. നമ്മുടെ സിന്ധു ചാലക്കുടി മർച്ചന്റ് വനിതാ വിങ്ങിന്റെ പ്രസിഡന്റ് കൂടിയാട്ടോ. ചില്ലറ സ്ഥാനമൊന്നുമല്ല, ഈ പ്രാവശ്യം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ് കേട്ടോ. നമ്മുടെ റോസ്ലി ചേച്ചി ഞങ്ങൾക്ക് ഏറ്റവും നല്ല പാചകം, അതായത് നല്ല അച്ചാറ് നല്ല ഫുഡൊക്കെ ഞങ്ങൾ വാങ്ങുന്ന. എനിക്ക് തോന്നുന്നു ഞാനൊരു 3-4 പ്രാവശ്യമെങ്കിലും സാമ്പാർ പൊടി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ പൊടി ഉണ്ടാക്കി തന്ന ഞങ്ങളുടെ റോസ് ചേച്ചിയാണ്. പിന്നെ പേളിക്കുട്ടീനെ പരിചയപ്പെടുന്നുണ്ടല്ലോ, റീന. ഇത് നമ്മുടെ മുൻ കൗൺസിലറാണ്, ഞങ്ങളുടെ കോട്ട സഹകരണ സംഘത്തിന്റെ ഒരു അംഗവുമായിരിക്കുന്ന ഞങ്ങളുടെ റീനയാണ്, റീന ഡേവിസ്. ഞങ്ങൾക്ക് വലിയൊരു ഗ്രൂപ്പിനൊരു ധൈര്യമാണ് അല്ലേ? എന്തുണ്ടായാലും നേരിടാനായിട്ട് ആളും കൊണ്ടും എല്ലാം കൊണ്ടും ഞങ്ങൾക്കൊരു ധൈര്യമാണ്. എന്റെ അപരനാമമുള്ള ജാൻസി മുത്ത് ഇപ്പോ അംഗൻവാടിയിലെ കുട്ടികളെ പോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അംഗൻവാടി ടീച്ചറായിട്ട് ഇപ്പോ
ജോലി ചെയ്യാണ് ചാലക്കുടിയിൽ. അപ്പോൾ ഇത് ജാൻസിമുത്ത്, ഇത് അച്ചായത്തിയാണ്, കോട്ടയം അച്ചായത്തി. ഞങ്ങളുടെ കോട്ടയിലേക്ക് അച്ചായത്തി, ബിന്ദു അച്ചായത്തി എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിക്കുന്ന അച്ചായത്തിയാണ്. പിന്നെ ഷാജേച്ചിനെ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തി, ഞങ്ങളുടെ ചേച്ചിയാണ്. ഷാജേച്ചിക്ക് ഒരു എന്താ പറയുക 3 ഷോപ്പ് ഉണ്ടെന്നാണ് എൻ്റെ അറിവിൽ. അതായത് കൽക്കട്ട ചപ്പൽസ് എന്ന് പറഞ്ഞിട്ട് ചാലക്കുടിയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി ചെരുപ്പുകൾ, ബാഗുകൾ ഇങ്ങനെയുള്ള ഐറ്റംസ് കൊടുക്കുന്ന 3-4 ഷോപ്പ് നടത്തുന്ന, അതുപോലെ ഇപ്പോഴത്തെ ഒരു കടയുടെ പേര് ബാഗ് അൺലിമിറ്റഡ് എന്നാണ്, ബാഗ്സ് അൺലിമിറ്റഡ്. അപ്പോൾ അവിടുത്തെ സാരഥി കൂടിയാണ്. ചേച്ചിയുടെ 2 മക്കളാണ് അത് നടത്തുന്നത്. ചേച്ചിയുടെ മോൻ്റെ രണ്ടാമത്തെ മോൻ, ഇളയ മോൻ്റെ വൈഫാണ്. ടീനയുടെ മക്കളും അതുപോലെ മൂത്ത മരുമകള് കാനഡയിലാണ്. അപ്പോൾ അവരുടെ മക്കളും അങ്ങോട്ട് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു. ലൂസി, ഞങ്ങൾ ചിന്നു എന്ന് വിളിക്കും. ആൾക്ക് സ്വന്തമായിട്ട് പെറ്റ്സിനൊക്കെ കൊടുക്കുന്ന, എല്ലാത്തരം മൃഗങ്ങൾക്കും കൊടുക്കുന്ന ഫുഡിന്റെ വലിയൊരു ഏജൻസി നടത്തുകയാണ് അവളും അവളുടെ ഹസ്ബൻഡും കൂടി. ഇവിടെ നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള ജാൻസി എന്ന് പറയുന്ന എൻ്റെ പേര് തന്നെയുള്ള ഒരാളുടെ വെഡിങ് ആനിവേഴ്സറി കൂടി ഉണ്ട്. അപ്പോൾ നമ്മളൊരു കേക്ക് കട്ടിങ് തുടങ്ങുന്നതിനുള്ള ഒരു പരിപാടിയാണ്. അതോടൊപ്പം സ്വാദിഷ്ടമായ ഫുഡ് ഞങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് ഒന്ന് പോകാം. ചെറിയൊരു മാറ്റമുണ്ട്. ഇന്നത്തെ കേക്ക് 2 പേരും കൂടി മുറിക്കണേ. ഒരു ബർത്ത്ഡേക്കാരും സിന്ധു ഉണ്ട്, ഒരു വെഡിങ് ആനിവേഴ്സറിയുടെ ജാൻസിമുത്തും ഉണ്ട്. 2 പേരോട് തല്ലിടാതെ കേക്ക് കുറച്ചിങ്ങോട്ട്. ഞങ്ങളെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും നല്ല രുചികരമായ ഫുഡൊക്കെ തന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ ഷാജേച്ചിയുടെ കുടുംബത്തിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സന്തോഷം ഇവിടെ പൂർണ്ണമാവാണ്. ഇത്രയും നേരം ഇവിടെ എനിക്ക് തോന്നുന്നു 2 മണിക്കൂറോളം സമയം ഈ വീട്ടിൽ ആയിരിക്കാനായിട്ട് ഞങ്ങൾക്ക് അവസരം തന്ന, അല്ലെങ്കിൽ ദൈവത്തിനോട്, അല്ലേ, ദൈവത്തോടല്ലേ നമുക്ക് ഏറ്റവും ആദ്യം നന്ദി പറയാണ്. അതുപോലെ എല്ലാവരോടും. ഓക്കെ, ബൈ.